സംഘപരിവാറിന്റെ വർഗീയ രാഷ്ട്രീയത്തിന് കൊട പിടിച്ചു കൊടുക്കുകയാണ്. മുനമ്പം വിവാദം ഉണ്ടാക്കുന്നത് സംഘപരിവാറാണ്, ഭിന്നിപ്പ് ഉണ്ടാക്കുന്നത്. ആ ഭിന്നിപ്പ് ഇതിൽ തീരുമാനമെടുക്കേണ്ട സർക്കാരും വഖഫ് ബോർഡും തീരുമാനമെടുക്കാൻ മനഃപൂർവ്വം വൈകിപ്പിച്ച് ആ സംഘപരിവാർ അജണ്ട കേരളത്തിൽ നടപ്പാക്കുകയാണ്. ഞങ്ങൾ നേരത്തെ മുതൽ ആരോപിക്കുന്ന സംഘപരിവാർ CPM അവിശുദ്ധ ബാന്ധവം പരസ്പരം സഹായിച്ചും കൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് ബാർട്ടർ സിസ്റ്റം പോലെ തമ്മിലുള്ള കേസുകൾ മുഴുവൻ ഇല്ലാതാക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രചരണമാണ് പാലക്കാട് ഐക്യ ജനാധിപത്യ മുന്നണി നടത്തിയത്. ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കും എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. ഞങ്ങളുടെ താഴെത്തട്ടിൽ നിന്ന് വീടുകൾ കയറിയ സ്ക്വാഡ് പ്രവർത്തകരുടെ അസസ്മെന്റ് ഞങ്ങൾ കംപ്ലീറ്റ് വിശകലനം ചെയ്താണ് നല്ല ഭൂരിപക്ഷത്തിൽ 10,000-ത്തിലേറെ ഭൂരിപക്ഷത്തിൽ, ഒരുപക്ഷെ 15,000 കടന്നുപോയാലും അത്ഭുതപ്പെടാനില്ലാത്ത ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കും എന്നാണ് ഞങ്ങൾ കണക്കാക്കിയത്. അല്ലല്ല, ഞാൻ പറയട്ടെ, BJPയും CPMഉം ഒരേ ശബ്ദമാണ്, ഒരേ നാവാണ്, ഒരേ രീതിയിലാണ്. അവര് കോൺഗ്രസിനെ ദുർബലപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്, UDFനെ ദുർബലപ്പെടുത്താൻ. പാലക്കാട് മനസ്സിലായില്ലേ? UDFും BJPയും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. എല്ലാ കണക്കുകളും കൃത്യമാണ്. 2ാം സ്ഥാനത്ത് വരാനുള്ള എല്ലാ സാധ്യതകളും CPM തന്നെ ഇല്ലാതാക്കി. എങ്ങനെ ഇല്ലാതാക്കിയത്? കോൺഗ്രസിൽ സീറ്റ് കൊടുക്കാത്ത, എന്നിട്ട് BJPയിൽ സീറ്റ് അന്വേഷിച്ചു പോയ ആളെ EP ജയരാജൻ പറഞ്ഞതുപോലെ അവസരവാദിയായ ഒരാളെ ഇരുണ്ടു നേരം വിളിക്കുന്നതിന് മുമ്പേ സ്ഥാനാർത്ഥിയാക്കി CPM ആ സാധ്യത കൂടി ഇല്ലാതാക്കി. അല്ല, മണിപ്പൂർ കലാപം, അതാണ് ഞങ്ങൾ പറഞ്ഞത്. മണിപ്പൂരിൽ ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് തീ കൊടുക്കുന്നവർ, അവിടെ ക്രൈസ്തവരെ പച്ചയ്ക്ക് കത്തിക്കുന്നവർ, അവരുടെ സ്ത്രീകളെ അപമാനിക്കുന്നവർ, അവരുടെ സ്ഥാപനങ്ങൾക്ക് തീ വയ്ക്കുന്നവർ, ഇവിടെ ആട്ടിൻ തോലിട്ട ചെന്നായികളായി ക്രൈസ്തവ ഭവനങ്ങളിൽ കയറി മുനമ്പം വിവാദം പറഞ്ഞ് ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുക. അതാണ് മണിപ്പൂരിൽ എന്താ നടക്കുന്നത്, അത് കാണുന്നില്ലേ? അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിനുണ്ട്. അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, ഫാദർ സ്റ്റാൻസ്വാമിയുടെ മരണം, മദർ തെരേസയുടെ ഭാരതരത്നം തിരിച്ചു വാങ്ങണമെന്നുള്ള സംഘപരിവാറിന്റെ ആവശ്യം, ഗ്രഹാം സെയിൻസിന്റെ കൊലപാതകത്തിൽ പങ്കാളിയായ ആളെ കേന്ദ്രമന്ത്രിയാക്കൽ, ഈ കഴിഞ്ഞ 10 ദിവസം മുമ്പ് വരെ ഡൽഹിയിൽ ക്രൈസ്തവ സംഘടനകളുടെ സമരമായിരുന്നു സംഘപരിവാറിനെതിരായി. അതായത് ക്രൈസ്തവർക്ക് നേരെ, അവരുടെ സ്ഥാപനങ്ങൾക്ക് നേരെ നടക്കുന്ന നിരന്തരമായ ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ അവർ കേസ് കൊടുത്തിരിക്കുക. അപ്പോഴാണ് ഇവിടെ വീട്ടിൽ കയറിയ ഒരാളാന്ന് പറയുന്നത്.